പൃഥ്വിരാജ് ഫാനാ. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ ധ്യാൻ ശ്രീനിവാസ ഫാനാ. എന്തുകൊണ്ടാ ധ്യാൻ ചേട്ടന്റെ ആക്ടിങ് സ്കില്ലാണോ? എന്തൊരു ചോദ്യം ചോദിക്കാൻ വന്നല്ലോ. അല്ല എന്തായാലും പറഞ്ഞല്ലോ, ധ്യാൻ ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആസ് ആക്ടർ എന്ന നിലയിൽ ധ്യാൻ ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ? ആക്ടർ തന്നെ അതിലെന്താ ക്വാളിറ്റി? ഒരു ആക്ടറിന് ഇഷ്ടപ്പെടാനായിട്ട് വേറെ ക്വാളിറ്റി ആണോന്നില്ല. നമ്മള് ക്വാളിറ്റി നോക്കി ഇഷ്ടപ്പെടാൻ പോയാ നിങ്ങക്ക് ഇപ്പൊ ഇതിൽ എന്നെ മാത്രം ഇഷ്ടപ്പെടാൻ പറ്റുമോ? നിങ്ങൾ ആക്ടിങ് നോക്കി ഇഷ്ടപ്പെടും, അതാണ്. ധ്യാൻ ചേട്ടാ ഇത്രയും ക്വാളിറ്റിയുള്ള കലേഷാണ് കിട്ടിയതാണോ? കല്യാണം കഴിച്ചതാ. ഇത്രയും ക്വാളിറ്റി ഉള്ള ആൾക്ക് ഈ ലോകത്ത് എവിടെ ഒരു പെണ്ണിന് ഇത്രയും നാളായിട്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പെൺകുട്ടി. ഭർത്താവിന്റെ പേരെന്താ പറഞ്ഞു? പുള്ളിയെ വിളിച്ചിട്ട് അപ്പം പറഞ്ഞുതരും. ചോദിക്കട്ടാ എന്നെ കുറിച്ച് സീക്രട്ട് ആയിട്ട് ചോദിച്ചോ? പടത്തിന് ഇതുപോലെ സീക്രട്ട് ആയിട്ട് ചോദിച്ചോ? ഓക്കെ, ഇതിന്റെ മോഷൻ പോസ്റ്ററില് ഒരു വേർഡ്, ഞാനൊരു സെന്റൻസ് വായിക്കാണ്. ഈശ്വരൻ പ്രതീക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചാൽ, ബാക്കി സിനിമ റിലേറ്റഡ് ആണ് പോയിരിക്കുന്നത്. ധ്യാൻ ചേട്ടൻ എന്ത് വരം ചോദിക്കും? ഇപ്പൊ ഉള്ളത്ര സിനിമകൾ എന്നും നിലനിന്ന് പോണേ, എല്ലാ വെള്ളിയാഴ്ച റിലീസ് ഉണ്ടാവണേ, ഒരിക്കോളം ജീവിതം മൊത്തം അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച പടം ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥന. ഓക്കെ, മണിക്കൂട്ടൻ ചേട്ടൻ. ധ്യാന്റെ നാക്ക്. കാരണം ഇവന്റെ പടം ചോദിക്കാൻ പറ്റില്ല, അത് അസൂയായി പോകും. ധ്യാൻ ചേട്ടന്റെ നാക്ക്. കലേഷ് ചേട്ടാ, നീ വിനീത് ശ്രീനിവാസുമായിട്ട് ബന്ധപ്പെട്ട് അല്ല വിനീതേട്ടന്റെ ഏത് എയർപോർട്ടിൽ സ്വന്തമായിട്ട് വിനീതേട്ടൻ എപ്പോഴും എയർപോർട്ടിൽ വെച്ചാണ് കാണുന്നത്. അതെ അതെല്ലാ ഇന്റർവ്യൂലും പറഞ്ഞു, അതല്ലാണ്ട് വേറെ സ്വന്തമായിട്ട് ഒരു എയർപോർട്ട് കിട്ടണം. വിനീതേട്ട അവിടെ വന്ന് ഫ്ലൈറ്റ് കയറണം. പൈലറ്റ് ആ പൈലറ്റ് പഠിക്കുന്ന വേറെ ചോദിച്ചു പോവാന്ന്. ഒന്നുമില്ല. അല്ല പറ ഒരു കാര്യം പ്ലീസ് പറ. കറക്റ്റ് പറഞ്ഞു. അതെ, ഇവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കലേഷ് ചേട്ടൻ ഒന്നുമില്ല. ഇപ്പം എന്തായാലും ചോദിച്ചു. ഈശ്വരൻ പ്രതീക്ഷപ്പെട്ട എന്ത് വരം വേണമെന്ന് ചോദിച്ചാ ഒരു വരവും വേണ്ട. ഒന്നുമില്ല. പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഒന്നും വേണ്ട. മനസ്സമാധാനം വേണമെന്ന് ചോദിക്കും. ഇപ്പൊ ഉള്ള പോലത്തെ ഇതേ മനസ്സമാധാനം എന്നും ഉണ്ടാവണേ. ഇതേ ഡയലോഗ് വിനീത് ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ജീവിതത്തിൽ വേണ്ട? മനസ്സമാധാനം. അതെ, രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കാൻ പാടില്ലേ? ഇത് ഞാൻ ആക്ച്വലി ധ്യാനോട് പറഞ്ഞ ആരോ ഇതേപോലെ ഞാൻ എന്തോ ഒരു ഭയങ്കര വിനയപൂർവ്വം എന്തോ പറഞ്ഞപ്പോ മലയാള സിനിമയിലുള്ള ഒരാൾ തന്നെയാണ്. നീ ആരാ? വിനീത് ശ്രീനിവാസൻ ആവാൻ പഠിക്കുന്നു. മലയാള സിനിമയിൽ ഒരു വിനീത് ശ്രീനിവാസൻ മതി. അപ്പൊ അതിപ്പോ ധ്യാൻ തന്നെ അങ്ങനെ പറയാമോ? അയ്യോ അങ്ങനല്ല, അത്രേ ഉള്ളൂ. അത് ജെന്യുനായിട്ട് പറഞ്ഞ പീസ് ഓഫ് മൈൻഡ് ആണ് നമുക്ക് ആവശ്യം, അത് ചോദിക്കും, അത്രേ ഉള്ളൂ. അതിപ്പോ ഇല്ല എന്നുള്ളതല്ല ഞാൻ അർത്ഥം. ഇപ്പൊ ഉള്ളത് ഇതുപോലെ തന്നെ പോണേന്ന്. ഇപ്പൊ സിനിമ ചോദിച്ചില്ലേ അതുപോലെ. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് വേർഡ്സ് ഇതുപോലെ തന്നെ ഞാൻ കേട്ടു മോശം പോസ്റ്റില്. അല്ല അത് ഞാൻ ചോദിക്കുന്നില്ല. അതിൽ ഒരു വേർഡ് ആസ്ട്രോളജി, അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ധ്യാൻ ചേട്ടൻ? എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് കുറവാ, പക്ഷെ എന്നാലും ആ സയൻസിലൊക്കെ അത്യാവശ്യം ഞാൻ ചെറിയ റീസെർച്ച് ഒക്കെ ചെയ്തിരുന്നു ഒരു സബ്ജക്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പം അതില് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ കുറെ ഫാക്ട്സ് വെച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പം അതിലെനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇതായിട്ട് തോന്നിയ കുറെ സംഭവങ്ങളുണ്ട്. അല്ല എന്തെങ്കിലും ഇങ്ങനെ നോക്കിയിട്ട് ഈ ഞാൻ പേഴ്സണലി അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല, നോക്കി അത് പറഞ്ഞിട്ട് വേണം അടുത്ത നോക്കിയില്ലേ നോക്കിക്കൂടെ. ഞാൻ ഈ വിശ്വാസങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കുന്നു, നിരീശ്വരവാദത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. മതമല്ല, ഞാൻ മീൻസ് ഇത് ആസ്ട്രോളജി ഇതെല്ലാം നമ്മള് ആസ്ട്രോളജി ഒരു സയൻസായി കണ്ടാൽ ഷോ ഞാൻ ഇപ്പൊ പറഞ്ഞു പറഞ്ഞായല്ലോ. വേറെ എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? വേറെ സ്ഥലത്ത് ആസ്ട്രോളജി ഞാൻ നോക്കിയിട്ടുണ്ട്, നോക്കിയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നോക്കിയിട്ടുണ്ട്.
നോക്കിയതൊന്ന് പറ. നേരത്തെ പറയാം 38 വയസ്സായ കല്യാണം നടക്കുമ്പോ എന്താണ് കാരണം നോക്കി. അപ്പൊ കാരണം നോക്കിയിട്ട് എന്താ പറയുക? അതിലും കുഴപ്പമില്ല. അല്ല അത് നോക്കാറുണ്ട്, ഞാൻ നോക്കാറുണ്ട്. ഓക്കെ, ഞാനൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകാം. ഇയാൾ ആസ്ട്രോളജി നോക്കാറുണ്ട്? ചോദിക്കില്ല ആസ്ട്രോളജി. ആ ഇല്ല, ആസ്ട്രോളജി ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സയൻസ് ആണ്. അതിനെ ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പം ആസ്ട്രോളജിയും ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഇപ്പൊ സൈക്കോളജിയും ഇതെല്ലാം എവിടെയോ കണക്റ്റഡ് ആണ്. അത് കാരണം ഈ പ്ലാനറ്ററി പൊസിഷൻസ് ആണല്ലോ ആസ്ട്രോളജി. അതേപോലെ നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന തോന്നലുകളാണ് സൈക്കോളജി. ഇത് രണ്ടും തമ്മിൽ എവിടെയോ ഒരു കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇൻറ്റ്യൂഷൻസ് ഒക്കെ തോന്നുന്നത്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ എനിക്ക് അങ്ങനെ തോന്നി, ആ ഇൻറ്റ്യൂഷൻ എപ്പോഴും തോന്നാറില്ലല്ലോ, എപ്പോഴൊക്കെയോ ആണ് തോന്നുന്നത്. അപ്പം ഇത് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ചേട്ടാ, ഞാൻ പറഞ്ഞത് കെന്ന ഷോയുടെ സെക്കൻഡ് എപ്പിസോഡാണ്. അത് നിങ്ങൾ 3 പേരെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് ഇനാഗ്രേറ്റ് ചെയ്തത് മല്ലികാമ്മയാണ്. അപ്പൊ മല്ലികാമ്മയോട് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം വിട്ടത്. മല്ലികാമ്മയോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഫിലിം ഇൻഡസ്ട്രിയിൽ മക്കളെ പോലെ തോന്നുന്ന ആരാണ്, അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആരാന്ന് പറഞ്ഞപ്പോ മല്ലികാമ്മ പറഞ്ഞത് ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളി. ഇവരുടെ 3 പേരാണ്. പൊടിക്ക് ഇഷ്ടം കൂടുതൽ ധ്യാൻ ചേട്ടനെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ഒരു പൊടിക്ക് ഇഷ്ടം കണ്ടാ, ആ പൊടിക്ക് ഇഷ്ടം അങ്ങനെ ഒരു സയൻസ് ഉണ്ട്. പൊടിക്ക് ഇഷ്ടം എന്നൊരു സാധനം ഉണ്ടല്ലേ. മല്ലികമ്മ പറഞ്ഞപ്പോ ഓഹോ, നമ്മൾ പറഞ്ഞപ്പോ ഹേ 2 പടവും കളഞ്ഞെന്റെ. അപ്പൊ അതിന്റെ ഒരു ഞാൻ ഒരു ഇത് കാണിച്ചുതരാം. സംസാരിക്കുന്ന എല്ലാവരും പഠിക്കാം. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരുപാട് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം മൂവിനെ കുറിച്ച് പറഞ്ഞതും അതൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ്. എന്നാ സ്വന്തം ചേട്ടനാണ് ഡയറക്ട് ചെയ്യുന്നത്, പക്ഷെ ആ പറയുന്നതിൽ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളും. തീർച്ചയായിട്ടും ധ്യാൻ തമാശ കലർത്തി പറയുന്നു, കാര്യങ്ങൾ ശരിയാണ്. ചിലതൊക്കെ അച്ഛനും സഹോദരനും ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി കൂട്ടി പറയുന്നതായിരിക്കും. പക്ഷെ ധ്യാന്റെ സംസാരത്തിനകത്ത് നമ്മളെ എന്തോ ഒരു തുറന്ന പുസ്തകം പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് അങ്ങനെയാണല്ലോ പലരും സംസാരിക്കുന്ന കേൾക്കുമ്പോഴേ ഇത് ചുമ്മാ ആർട്ടിഫിഷ്യലായിട്ട് ഒരു തക്കയോ മൂടി വെച്ചിട്ട് അത് ഇതില്ല, അങ്ങനെ തോന്നയില്ലല്ലോ. ഭയങ്കരമായിട്ട് ധ്യാൻ സംസാരിക്കുന്നത് നമ്മളിങ്ങനെ കേട്ടോണ്ട്, ഞാൻ എന്തെങ്കിലും ധ്യാന്റെ ഒരു ഇന്റർവ്യൂ ധ്യാൻ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അത് എന്റെ മല്ലികാമ്മ പറഞ്ഞു, ധ്യാന്റെ ഇന്റർവ്യൂ വരുമ്പോ ഞാൻ റൂമിൽ പോയിട്ട് ആരും എന്നെ വിളിക്കണത് ഇഷ്ടമല്ല, എനിക്ക് ആ ഫ്ലോയിൽ അങ്ങ് കാണണം. എനിക്ക് ഇടയ്ക്ക് ഈ ചേച്ചിമാരെ വിളിക്കുമ്പോ ധ്യാന്റെ ഇന്റർവ്യൂ കാണുന്നത് അത്രയ്ക്ക് ഇഷ്ടമെന്നാണ് പറയുന്നത്. നമുക്ക് തിരിച്ചും അതേ ഇഷ്ടമുണ്ട്, മല്ലികാമ്മനോട് അതേ ഇഷ്ടം. എന്നിട്ട് ഞങ്ങള് വിളിച്ചു, എടുത്തോ ഫോൺ, മല്ലികാമ്മയോട് ഇത്ര ഇഷ്ടമുണ്ട്. ഫോണൊന്നും വിളിക്കേണ്ട കാര്യമില്ല, മനസ്സിൽ മതി. ഭയങ്കര ഇഷ്ടം, അത്ര ഇഷ്ടം. എന്നിട്ടില്ലേ ഞങ്ങൾ ആ ഷോയില് തുടങ്ങുന്നതിന് മുന്നേ വിളിച്ചു, അപ്പൂച്ചേട്ടൻ വിളിച്ചാൽ എടുത്തില്ല. ഓക്കെ, അപ്പൊ മല്ലികാമ്മ പറഞ്ഞത് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മല്ലികാമ്മ ഫോണിൽ വിളിച്ചു, എന്നിട്ട് എടുത്തില്ല. അപ്പൊ പറയും ഇതാണ് ഈ കൊച്ചിന്റെ. അപ്പം പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചോദിക്കും, ഞാൻ ആൻസർ അടുത്ത അജു അപ്പോഴും എടുക്കണില്ല, അടുത്തൊന്നും കൂടെ ചോദിക്കും നിവിൻ. ഇല്ല, ധ്യാനിനോട് ഒരു പടം അഭിനയിച്ചത് വർഷങ്ങൾക്ക് ശേഷം സൂപ്പറായിട്ട് അഭിനയിച്ചു എന്ന് പറയാൻ വേണ്ടി വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു.